ഹലോ, നമുക്കിന്ന് ഇവിടെയുള്ള ഒരു ഔട്ട്ഡോർ പൂളിലേക്ക് പോയാലോ? മക്കൾക്ക് ടേം ഹോളിഡേയ്സ് ആണ്. ഇവിടെ എല്ലാ ടേം കഴിയുമ്പോഴും 2 വീക്സ് ഹോളിഡേയ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പൂളിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ സബ്വേയിൽ നിന്ന് ലഞ്ചൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ 2 സാൻഡ്വിച്ച് വാങ്ങി. അപ്പോൾ തിരിച്ച് നമ്മൾ വണ്ടിയിലേക്ക് പോകുന്നു. നമ്മളങ്ങനെ സ്ഥലത്തെത്തി, കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. ഒരുപാട് തിരക്കൊന്നുമില്ല. സമ്മറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. ഇതാണ് ഔട്ട്ഡോർ പൂളിൻ്റെ എൻട്രൻസ്. നമുക്കിനി അങ്ങോട്ടേക്ക് നടക്കാം. മാരിയൻ ഔട്ട്ഡോർ പൂൾ. അങ്ങനെ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഇനി പൂളിലേക്ക്. പാർക്കിൻ്റെ എൻട്രൻസിൽ തന്നെ കുറച്ച് താറാവുകളൊക്കെ ഉണ്ട്. നമ്മൾ അഡൽട്സ് പൂളിലാണ് ഇറങ്ങിയത്. ഇവിടെ 2 തരത്തിലുള്ള പൂൾസാണുള്ളത്, അഡൽട്സിനും പിന്നെ കിഡ്സിനും ഉള്ളത്. അതുമാത്രമല്ല, ഇവിടെ കുറേ സ്ലൈഡ്സ് ഉണ്ട്, കുഞ്ഞി പ്ലേ ഏരിയ ഉണ്ട്. എന്തായാലും അബുദാബിയുടെ വാട്ടർ പാർക്കിൻ്റെ അത്രയും വലുതൊന്നുമല്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ അബുദാബി മിസ് ചെയ്യാറുണ്ട്. ഞങ്ങളങ്ങനെ സ്ലൈഡിലും പിന്നെ പൂളിലുമൊക്കെ ഒരു 3-4 hours സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ പൂളിലോ അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മെൻ്റലിയും ഫിസിക്കലിയും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. നമ്മൾ അബുദാബിയിലാകുന്ന സമയത്ത് ഫോർട്ട്നൈറ്റ്ലി ബീച്ചിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഇവിടെ ബീച്ചസൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ പൂൾസാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. എന്നിട്ടൊരു കുളിയൊക്കെ പാസ്സാക്കി ഡ്രസ്സൊക്കെ മാറി പിന്നെ സന്തോഷത്തോടെ അടിപൊളിയായിട്ട് നമ്മൾ ഡേ സ്പെൻഡ് ചെയ്ത ഹാപ്പിനെസ്സിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്.